പ്രിയമുള്ളവരെ, വചനജ്വാല 1715 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 12 ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം 12-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 15 മുതൽ 27 വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക. ഇസ്രായേലിന്റെ പാപങ്ങൾ. പുറമേ വാൾ, അകമേ പട്ടിണിയും പകർച്ചവ്യാധിയും. നഗരത്തിന് പുറത്തുള്ളവൻ വാളാൽ മരിക്കും, പട്ടണത്തിനുള്ളവനെ പട്ടിണിയും പകർച്ചവ്യാധിയും വിഴുങ്ങും. ഇവയെ അതിജീവിച്ച് രക്ഷപ്പെടുന്നവർ തങ്ങളുടെ തിന്മകൾ ഓർത്ത് വിലപിച്ചുകൊണ്ട് താഴ്വരകളിൽ നിന്ന് പ്രാവുകൾ എന്ന പോലെ മലമുകളിൽ അഭയം തേടും. എല്ലാ കരങ്ങളും ദുർബലമാകും, കാൽമുട്ടുകൾ വിറയ്ക്കും. അവർ ചാക്കുടുക്കും, ഭീതി അവരെ ആവരണം ചെയ്യും. അവർ ലജ്ജ കൊണ്ട് മുഖം കുനിക്കും, ശിരസ് മുണ്ഡനം ചെയ്യും. അവർ വെള്ളിത്തെരുവുകളിൽ വലിച്ചെറിയും, സ്വർണം അവർക്ക് അശുദ്ധ വസ്തു പോലെയാകും. കർത്താവിന്റെ ദിനത്തിൽ അവരെ രക്ഷിക്കാൻ വെള്ളിക്കും സ്വർണത്തിനും സാധിക്കുകയില്ല. അവയ്ക്ക് അവരുടെ വിശപ്പടക്കാനോ വയറു നിറയ്ക്കാനോ ആവില്ല. എന്തെന്നാൽ അവയാണ് അവർക്ക് ഇടർച്ച വരുത്തിയത്. ആഭരണങ്ങളുടെ ഭംഗിയിൽ അവർ മതിച്ചു, അതുപയോഗിച്ച് അവർ മ്ലേച്ഛവും നിന്ദ്യവുമായ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു. ആകയാൽ ഞാൻ അവർക്ക് അത് അശുദ്ധ വസ്തുവാക്കും. ഞാൻ അവരിൽ നിന്ന് മുഖം തിരിക്കും. അവർ എൻ്റെ അമൂല്യനിധി അശുദ്ധമാക്കും. കൊള്ളക്കാർ പ്രവേശിച്ച് അതിനെ മലിനവും ശൂന്യവുമാക്കും. എന്തെന്നാൽ ഭൂമി രക്തരൂക്ഷിതമായ അപരാധങ്ങൾ കൊണ്ടും പട്ടണങ്ങൾ അക്രമങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഞാൻ ജനതകളിൽ ഏറ്റവും നീചന്മാരെ കൊണ്ടുവരും. അവർ അവരുടെ ഭവനങ്ങൾ കൈവശപ്പെടുത്തും. ശക്തന്മാരുടെ അഹന്തയ്ക്ക് ഞാൻ അറുതി വരുത്തും. അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമാക്കപ്പെടും. കഠിനവേദന പിടികൂടുമ്പോൾ അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അത് ലഭിക്കുകയില്ല. നാശത്തിനുമേൽ നാശം വന്നുകൂടും, കിംവദന്തികൾ പ്രചരിക്കും. അപ്പോൾ അവർ പ്രവാചകന്മാരിൽ നിന്ന് ദർശനങ്ങൾ ആരായും, എന്നാൽ പുരോഹിതന്മാരിൽ നിന്ന് നിയമവും ശ്രേഷ്ഠന്മാരിൽ നിന്ന് ഉപദേശവും അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കും. രാജാവ് വിലപിക്കും, രാജകുമാരൻ നിരാശനാകും. ദേശത്തെ ജനത്തിന്റെ കൈകൾ ഭയം കൊണ്ട് വിറയ്ക്കും. അവരുടെ പ്രവർത്തികൾക്കനുസൃതമായി ഞാൻ അവരോട് പെരുമാറും. അവർ വിധിക്കുന്നത് പോലെ ഞാൻ അവരെയും വിധിക്കും. ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ നെരേയൂസിനെയും വിശുദ്ധ അക്കില്ലയൂസിനെയും പ്രത്യേകമായി അനുസ്മരിക്കുന്ന പൊൻസുദിനം. മെയ് 7 അനുസ്മരിച്ച വിശുദ്ധ ഫ്ലാവിയ ഡൊമിറ്റില്ലായുടെ ഭൃത്യരായ സൈനികരാണ് ഈ രണ്ടുപേരും. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞയനുസരിച്ച്
രാജകുമാരി ഫ്ലാവിയയോടുകൂടി ഇരുവരും പോൺസിയ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് മൂവരും ശിരച്ഛേദം ചെയ്യപ്പെട്ട് ധീര രക്തസാക്ഷികളായി. പ്രിയമുള്ളവരെ, രക്തസാക്ഷികളായ വിശുദ്ധ നെരേയൂസിന്റെയും അക്കില്ലയൂസിന്റെയും ഒപ്പം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച 14-കാരനായ വിശുദ്ധ പങ്ക്രാസിന്റെയും നാം ഇന്ന് മാധ്യസ്ഥം യാചിക്കുന്ന ദിവസമാണ്. മൂവരുടെയും രക്തസാക്ഷികളായ വിശുദ്ധ നെരേയൂസിന്റെയും വിശുദ്ധ അക്കില്ലയൂസിന്റെയും വിശുദ്ധ പങ്ക്രാസിന്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു.